തമിഴ് സിനിമയിലെ പ്രമുഖരായ സംവിധായകരിൽ ഒരാളാണ് ഭാരതി രാജ. അദ്ദേഹം സംവിധാനം ചെയ്ത എല്ലാ സിനിമകളും ഇന്നും ഒരു ക്ലാസിക് ചിത്രങ്ങളായി ആഘോഷിക്കപ്പെടാറുണ്ട്. സിനിമയിലേക്ക് വരുന്നവർക്ക് ഭാരതി രാജ ഒരു മാതൃകയായിരുന്നു. സാധാരണക്കാരനായി വന്ന് സിനിമയിൽ വിജയിക്കാമെന്ന് പുതുതലമുറയ്ക്ക് വിശ്വാസം പകർന്നത് ഭാരതി രാജയാണ്. എന്നിരുന്നാലും ചില വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അതിലൊന്ന് നടിയെ തല്ലിയെന്ന വാർത്തയാണ്. ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ലൊക്കേഷനിൽ വെച്ച് ഭാരതി രാജ രേവതിയെ തല്ലുകയായിരുന്നു. ഈ സംഭവം വീണ്ടും ചർച്ചയാവുകയാണ്. രാധ, അംബിക, രാധിക, രേവതി, പ്രിയാമണി തുടങ്ങി തെന്നിന്ത്യയിലെ മുൻനിരയിലേക്ക് വളർന്ന നിരവധി നടിമാരെ സംവിധായകൻ ഭാരതി രാജ തൻ്റെ സിനിമയിൽ നായികമാരായി അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പരിചയപ്പെടുത്തിയ എല്ലാ നടിമാരും സുന്ദരികൾ മാത്രമല്ല, അവരുടെ കഴിവുകൾ കൊണ്ട് കോളിവുഡിൽ ഒഴിച്ചുകൂടാനാവാത്ത നടിമാരായി വളരുകയും ചെയ്തു. കോളിവുഡിൽ മാത്രമല്ല, മറ്റു ഭാഷകളിലും അവർ തങ്ങളുടെ വ്യക്തിത്വം തെളിയിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ഭാരതി രാജ രേവതിയെ തല്ലിയ സംഭവത്തെപ്പറ്റിയുള്ള കഥകൾ വർഷങ്ങൾക്കിപ്പുറം വൈറലായതോടെ സംവിധായകനെ പറ്റിയുള്ള കഥകളും ശ്രദ്ധേയമാവുകയാണ്. രേവതി, പാണ്ഡ്യൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഭാരതി രാജ സംവിധാനം ചെയ്ത ചിത്രമാണ് മൻ വാസനൈ. ഈ സിനിമയുടെ ക്ലൈമാക്സ് സീൻ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ചില സംഭവങ്ങൾ ഉണ്ടാവുന്നത്. മുത്തുപ്പേച്ചി എന്ന നായിക വേഷമാണ് സിനിമയിൽ രേവതിയുടെ. മാത്രമല്ല, ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കുന്നതിനിടയിൽ രേവതി സംസാരിക്കുന്നത് കാണാം. പക്ഷേ നല്ല ശബ്ദത്തിൽ സംസാരിക്കാനാണ് സംവിധായകൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഭാരതി രാജ ആക്ഷൻ പറഞ്ഞെങ്കിലും രേവതി വലിയ ശബ്ദത്തിൽ ഡയലോഗ് പറഞ്ഞില്ല. പലവട്ടം ഇക്കാര്യം പറഞ്ഞെങ്കിലും നടി അനുസരിക്കാതെ വന്നു. ഇതോടെ ഭാരതി രാജ അസ്വസ്ഥനാവുകയും രേവതിയുടെ കവളിൽ അടിക്കുകയുമായിരുന്നു. എന്നാൽ അടി കിട്ടിയതിനു ശേഷം അലറി വിളിക്കുകയും അഭിനന്ദനം വാങ്ങിക്കുകയും ചെയ്തു. ഒരു അഭിമുഖത്തിൽ രേവതി തന്നെയാണ് ഇക്കാര്യം പങ്കുവച്ചത്. 16-ാം വയസ്സിൽ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച ഭാരതി രാജ തമിഴ് സിനിമയിൽ വലിയ മാറ്റം സൃഷ്ടിച്ച ആളാണ്. സെറ്റിനുള്ളിൽ മാത്രം ചിത്രീകരിച്ചിരുന്ന സിനിമയെ ഔട്ട്ഡോറിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ചിത്രീകരണം നടത്തി വിജയിപ്പിച്ചെടുത്ത ആളാണ് ഭാരതി രാജ. ഭാരതി രാജയ്ക്ക് പിന്നാലെ സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹവുമായി ഗ്രാമങ്ങളിൽ നിന്ന് പലരും ചെന്നൈയിലേക്ക് വരാൻ തുടങ്ങി. ഭാരതി രാജയുടെ അസിസ്റ്റന്റ് ഡയറക്ടർമാരായി വന്ന ഭാഗ്യരാജ്, മണിവണ്ണൻ, മനോബാല തുടങ്ങിയവരൊക്കെ ഇന്ത്യയിലെ പ്രശസ്തരായ സംവിധായകരും അഭിനേതാക്കളുമായി വളർന്നു. 100-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും നിരവധി നടന്മാരെയും നടിമാരെയും പരിചയപ്പെടുത്തുകയും ചെയ്ത ഭാരതി രാജയുടെ ഓരോ സിനിമകളും കൾട്ട് ക്ലാസിക്കാണ്. 2020-ൽ പുറത്തിറങ്ങിയ മീണ്ടും ഒരു മര്യാദൈ ആണ് അദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്ത ചിത്രം. അതിനുശേഷം സിനിമകളൊന്നും സംവിധാനം ചെയ്യാതെ സിനിമയിൽ അഭിനേതാവായി തുടരുകയാണ്. സംവിധായകൻ എന്നതിലുപരി നല്ലൊരു നടനെന്ന നിലയിൽ ഭാരതി രാജ പല സിനിമകളിലും പക്വതയാർന്ന പ്രകടനം കാട്ടുകയും പ്രേക്ഷകരുടെ കയ്യടി നേടുകയും ചെയ്തു.